തിരുവനന്തപുരം ആരനാട് പോലീസാണ് നാടകീയ നീക്കത്തിലൂടെ വിവാഹ തട്ടിപ്പുകാരിയെ പിടികൂടിയത്. ആരനാട് പഞ്ചായത്തിലെ അംഗത്തെ വിവാഹം ചെയ്യാൻ തയ്യാറെടുക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു അറസ്റ്റ്. വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് യുവതി തട്ടിപ്പുകാരിയാണെന്ന് തിരിച്ചറിഞ്ഞത്. കോട്ടയം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മയാണ് കെട്ടിയിട്ട് സ്നേഹം തികയാതെ പോയൊരു പാവം ചേച്ചിയുടെ ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുന്നത്. രേഷ്മ എന്നാണ് ഈ പാവത്തിന്റെ പേരെന്ന് പറയുന്നത്. ഈ ഒരു പെൺകൊച്ചിന്റെ കുഴപ്പം അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കുഴപ്പം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മതിയായിട്ടുള്ള സ്നേഹം അങ്ങോട്ട് കിട്ടുന്നില്ല. ആ സ്നേഹത്തിന്റെ വെമ്പലാണ് ഇവർക്കെന്ന് പറയുന്നത്. അപ്പം എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വിവാഹപ്രായമായിട്ടുള്ള പയ്യന്മാരുടെ നമ്പർ അത് ഓൺലൈനിൽ നിന്നോ ഏതെങ്കിലും തരത്തിൽ ഒപ്പിച്ചെടുക്കും. എന്നിട്ട് അവരെ വിളിക്കും, പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യും. അതിനുശേഷം ചേച്ചി സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള അത്രയും സെന്റി തട്ടിക്കൂട്ട് കഥ പെട്ടെന്ന് തന്നെ മെനഞ്ഞെടുക്കും. അതിനുശേഷം പയ്യന്മാരെ വലയിലാക്കും. തൻ്റെ ഭാഗത്ത് നിന്ന് ആരുമില്ലെന്ന് പറയും, അല്ലെങ്കിൽ താൻ അനാഥയാണ്, തന്നെ ഈ പറയുന്ന ആരെങ്കിലും ദത്തെടുത്തിട്ടുള്ളതാണ്, അവരുടെ ടോർച്ചറിങ് സഹിക്കാൻ വയ്യ, ഇങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ള കഥകൾ മെനഞ്ഞുകൊണ്ട് ആ പയ്യനെ അല്ലെങ്കിൽ പയ്യന്റെ വീട്ടുകാരെ വലയിലാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പറയും, മോളെ ഇങ്ങ് പോകുന്നേക്ക്, നമുക്ക് തമ്മിൽ കാണാം, കല്യാണം ഉറപ്പിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കല്യാണത്തിലേക്ക് കൊണ്ടെത്തിക്കും. കല്യാണം നടക്കും. 2 ദിവസത്തിനുള്ളിൽ ചേച്ചി അവിടുന്ന് മുങ്ങും. അടുത്ത കല്യാണം സെറ്റാക്കിയിട്ടേ ചേച്ചി മുങ്ങുള്ളൂ. ഏകദേശം ഈ ഒരു നമുക്കറിയുന്ന കാര്യമുള്ളൂ. ഇങ്ങനെയുള്ള പിടിക്കപ്പെടാൻ പെണ്ണുങ്ങളുടെയൊക്കെ ഇത്തരത്തിലുള്ള കള്ളക്കളികൾ പിടിക്കാൻ പറ്റുന്നത്, ഏറ്റവും വിദഗ്ധമായിട്ട് പിടിക്കാൻ പറ്റുന്നത് പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആര്യനായിട്ടുള്ളൊരു പയ്യൻ, വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, എന്തായാലും ആ പയ്യൻ ഈ പറയുന്ന കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പറയുന്ന ഓൺലൈനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് തപ്പിപ്പിടിച്ച് ഈ രേഷ്മ എന്ന് പറയുന്ന ചേച്ചി നമ്പർ തപ്പിയെടുക്കുന്നു. അതിനുശേഷം സംസാരിക്കുന്നു, സെന്റി കഥകൾ അടിക്കുന്നു. ശേഷം നേരെ ഈ പറയുന്ന കണക്ക് കോട്ടയത്തോ മറ്റോ വെച്ച് കണ്ടുമുട്ടുന്നു. കല്യാണം പെട്ടെന്ന് തന്നെ ഉറപ്പിക്കുകയാണ്. ജൂൺ ആ ഡേറ്റിനോടൊക്കെ അനുബന്ധിച്ച് കല്യാണം ഉറപ്പിക്കുന്നു. അതിനുശേഷം വരുവാണ് ചെയ്യുന്നതെന്ന്, തലേ ദിവസം അവിടെ വരുവാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. വെമ്പായത്ത് തിരുവനന്തപുരത്ത്. ചേച്ചി എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ചേച്ചി വെമ്പായത്തെത്തി. അപ്പം പയ്യൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെ സുഹൃത്തിൻ്റെ, അതായത് വരൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുഹൃത്തിൻ്റെ ഭാര്യയ്ക്കാണ് ഇവരിൽ സംശയം തോന്നി, ഇവരുടെ പെരുമാറ്റം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ചേച്ചി പറഞ്ഞിരുന്ന ചേച്ചി സംസ്കൃതത്തിൽ PhD ഒക്കെ എടുത്തിട്ടുള്ളതാണെന്നുള്ള രീതിക്കൊക്കെയാണ് പറഞ്ഞ് വിശ്വാസത്തിൽ എടുത്ത് വെച്ചിരുന്നതെന്ന് പറയുന്നത്. ബാഗ് പരിശോധിച്ച സമയത്ത് ഇതിനു മുന്നേ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്ന കല്യാണത്തിന്റെ എല്ലാ രേഖകളും ആ ബാഗിലുണ്ടായിരുന്നു. അപ്പം അത് പൊക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിനുശേഷം ഈ പറയുന്ന പയ്യൻ ആര്യനാട് പോലീസിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് ഇവരെ പൊക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവർ പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 10 കല്യാണമൊന്നും നടത്തിയിട്ടില്ല, ഞാൻ 6 വേറെ പറ്റിക്കുകയൊന്നും ചെയ്തിട്ടില്ല, അതിൽ 4 പേരെ പറ്റിച്ചു എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. അപ്പം പൈസ തട്ടിപ്പാരി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ചേച്ചി പറയുന്നതില്ല, എനിക്ക് അങ്ങനത്തെ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു, ഞാൻ 6 പേരെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ, അപ്പം എനിക്ക് വേറെ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും സംഭവമൊന്നുമില്ല, എനിക്ക് സ്നേഹം മതിയാവുന്നില്ല, അപ്പം എനിക്ക് സ്നേഹം കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ വ്യഗ്രതയിൽ ഞാൻ വീണ്ടും വീണ്ടും കല്യാണം നടക്കുന്നത്. ഇതൊരു മനോരോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തട്ടിപ്പ് വെട്ടിപ്പ് പ്ലസ് സ്നേഹം കിട്ടാത്ത അവസ്ഥ എന്ന് പറയുന്നത്. ഇനി പ്രത്യേക പേരെ കേട്ടിട്ട് വരും. അതാണ് ചേച്ചി പറഞ്ഞു വെച്ച കാര്യം എന്ന് പറയുന്നത്. അപ്പം പോലീസ് അത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. രേഖകൾ സംഘടിപ്പിച്ചിടത്തോളം കഴിഞ്ഞ അല്ലെങ്കിൽ 45 ദിവസം എന്തോ മുമ്പാണ് ചേച്ചി ഒരു കല്യാണം ഇതിന് മുമ്പ് നടത്തിയിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം തന്നെ അടുത്തൊരു കല്യാണം ചേച്ചി ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പയ്യനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊടുപുഴ വരെ എന്തോ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, പുസ്തകങ്ങളൊക്കെ എന്തോ വാങ്ങിക്കാനോ കളക്ട് ചെയ്യാനോ കാര്യങ്ങളൊക്കെ സമ്മതമൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് ചേച്ചി പണിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്രീ പ്ലാൻഡ് എന്നൊക്കെ പറയത്തില്ല, അത്തരത്തിലാക്കി വെച്ചിട്ടാണ് ചേച്ചി ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം ഇതാണ് സംഭവിച്ചതെന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ എന്തിനു എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു, ഞാൻ ഒരുപക്ഷെ ഇതിന് തൊട്ട് മുന്നായിട്ടുള്ള ചെയ്ത വീഡിയോയും ഇത്രയല്ലെങ്കിൽ ഇതൊരു എന്താ പറയുന്നത്, പോലീസ് പിടിച്ചത് കൊണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു തമാശയായിട്ടെങ്കിലും തോന്നാൻ പറ്റുന്നുണ്ട്. അതായത് ഇങ്ങനെ നമുക്ക് പുച്ഛിച്ച് തള്ളാൻ പറ്റുമെന്നൊക്കെ പറയാം, അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പയ്യനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോയിട്ടുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിക്കൂടി വരുന്നു. ഇതിന് മുന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ പറയുന്നൊക്കെ സോഷ്യൽ മീഡിയാസ് അത്ര വ്യാപകമല്ലാത്തത് കൊണ്ടായിരിക്കും ഇതുപോലുള്ള വാർത്തകൾ. ഇപ്പോൾ വാർത്തകൾക്ക് വേണ്ടി ഈ പറയുന്ന ചാനൽസിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചാനൽസിലെ മാത്രം നമ്മൾ TV വഴി ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വാർത്തകളൊന്നും നമ്മുടെ കണ്ണിലേക്ക് അധികം എത്തിയിട്ടില്ല. ഇനി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും തന്നെ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ സ്ത്രീകളെ ചതിക്കുന്നത്, വഞ്ചിക്കുന്നത്, കൊലപ്പെടുത്തുന്നത്, ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ട്രെൻഡിങ് മാറിയിരിക്കുന്നു. സ്ത്രീകളാണ് നമ്പർ 1 എന്ന് പറയുന്നത് ട്രെൻഡിങ്ങിൽ. അതായത് എത്രത്തോളം ഈ പറയുന്ന കണക്ക് പറ്റിക്കാമോ, അല്ലെങ്കിൽ ഉപദ്രവിക്കാമോ, അല്ലെങ്കിൽ ഇല്ലാതാക്കാമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓടിപ്പോവാമോ, ഇത്തരത്തിലുള്ള കഥകളിലൊക്കെ ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്പർ 1 ഇന്ന് സ്ത്രീകളാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ന് പേടിക്കേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കൂടുതൽ ആലോചിച്ചും കണ്ടും എടുത്തു ചാടാതെ ചെയ്യേണ്ടിയിരിക്കുന്നത് പുരുഷന്മാരാണ്, പയ്യന്മാരാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ ആ പ്രായം എടുത്ത് നിൽക്കുന്ന യുവാക്കളായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പം ഈ പറയുന്ന പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ മറ്റു തരത്തിലൂടെയൊക്കെ നമ്മളിലേക്ക് വരുന്ന ഈ പറയുന്ന ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് യുവതികൾ നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം പല വാഗ്ദാനങ്ങളും അവർ നൽകാറുണ്ട്. ഈ പറയുന്ന കണക്ക് ഒരുപക്ഷെ നേരെ കൂട്ടി അവർ പോലും ആയിരിക്കില്ല പെട്ടെന്ന് ഈ പറയുന്ന ബന്ധത്തിലേക്ക് ചാടിക്കാനുള്ള എല്ലാ വഴികളും ഇവർക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ അത് ഹണി ട്രാപ്പിലേക്ക് കൊണ്ടുപോകാം, പണം തട്ടാനുള്ള മാർഗങ്ങളുണ്ട്. അതിലപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ കല്യാണത്തിലേക്ക് എല്ലാ വിശ്വാസതയിലൂടെയും കൊണ്ടെത്തിച്ച് കല്യാണത്തിലേക്ക് പൂർണ്ണമായിട്ട് സജ്ജരാക്കി കൊണ്ടെത്തിച്ചതിന് ശേഷം പിന്നീട് ഒരുപക്ഷെ സ്വർണവും ബാക്കി കാര്യങ്ങളും കവർന്ന് പോകാനുള്ള തന്ത്രമായിരിക്കും. പക്ഷേ അതിനിടയിൽ പിടിപ്പെട്ടു പോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവൻ അപായപ്പെടുത്താൻ പോലും ഒരു തരത്തിലും ഈ പറയുന്ന ഒരു കൂസലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. കാരണം എന്തിനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക്, ഇത്രയും തരം താഴ്ന്ന പ്രവർത്തികളിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒറ്റ ഇതെന്ന് പറയുന്നത് പൈസ മാത്രമാണ്. എങ്ങനെയും സുഖജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ എങ്ങനെയും ആഡംബര ജീവിതം മറ്റുള്ളവരെ പറ്റിച്ചും വെട്ടിച്ചും കൊണ്ടുപോകാവുന്നൊരു തരത്തിലേക്ക് മാത്രമായിരിക്കും. അതല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് പോകുന്നതിൽ, അല്ലെങ്കിൽ പയ്യന്മാരെ പറ്റിക്കുന്നതിലോ കൊലപ്പെടുത്തുന്നതിലോ കാര്യത്തിലേക്ക് പോകുന്നത് മറ്റൊരു അവിഹിത ബന്ധം, അല്ലെങ്കിൽ നേരത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ അവിഹിതം ഉണ്ടാക്കി വെക്കുന്നത്, അതല്ലെങ്കിൽ നേരത്തെ ഒരു പ്രണയബന്ധം ഉണ്ടാക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നത് പയ്യന്മാരാണ്. നമ്മുടെ കൂടെ എത്ര കാലം മുന്നേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, അതിനോടൊപ്പം തന്നെ വേറൊരു ബന്ധവും കൂടി ഉണ്ടായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ജാഗരൂകരായിട്ടിരിക്കുക എന്നൊരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്നും എപ്പോഴും സംഭവിക്കാം.